അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹയെ മാത്രം കൊള്ളടോ, മറ്റതല്ല മൊറോട്ടിൽ തള്ളടോ. അല്ലാഹയുണ്ടെങ്കിലുണ്ട് സർവവും, ഇല്ലെങ്കിലൊന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എള്ളിലെണ്ണ പോൽ, കള്ളിൽ ലഹരി പോൽ, പാലിൽ വെണ്ണ പോൽ നിന്നിലും ഉള്ള റബ്ബിനെ മറ്റെവിടെയും തെണ്ടി നേരം കൊല്ലണ്ടടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വച്ച രീതിയിൽ അല്ലാഹയെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗമാണല്ലാഹ് നരകമല്ലേടോ, സ്നേഹമാണവനറിയേടോ. നരക ജീവിതം സ്വർഗമാക്കുവാൻ അവനെ നീ സ്വന്തമാക്കേടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കള്ളുശാപ്പിൽ നീ കേറിടാത്തത് സ്വർഗക്കള്ളിനെ കോതിച്ചിട്ടോ. പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൂറിമാരെ നീ നെച്ചിട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. രാജാധികാരിയായ തമ്പുരാന്റെ പരമമായിട്ടുള്ള സ്നേഹം, നിലനിൽക്കുന്നതും നിലനിൽക്കേണ്ടതുമായിട്ടുള്ള അവന്റെ കാരുണ്യം, ആ ഒരു വലിയ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അല്ലാഹുവിനെയും ഹബീബിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്നിട്ടുള്ളത്. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനൊരു ഭാഗ്യം നമുക്ക് തന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആരുടെയും യോഗ്യത കൊണ്ടാണെന്ന് ആരും വിചാരിക്കണ്ട. അത് അല്ലാഹു തആല നമുക്ക് തന്ന നറുക്ക് മാത്രമാണ്. എന്തിനാ നറുക്ക് തന്നു? ഇന്ന് ഇതേ സമയത്ത് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്, അവർക്കും അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഇവിടെ നിന്ന് വന്നവരുണ്ട്, നമുക്കും അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. രണ്ട് പരീക്ഷണം. ഇവിടെ വന്നിരുന്നിട്ട് കിബറുണ്ടോ നോക്കുന്നത് പരീക്ഷണമാണ്, അവിടെ പോയിട്ട് അള്ളാഹിനെ മറക്കുണ്ടോ നോക്കുന്നത് പരീക്ഷണമാണ്. ഇതിന്റെ രണ്ടിന്റെയും സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ടിലാണെങ്കിലും എന്റെ ഹബീബിനെ അവർ അറിയുന്നുണ്ടോ, മുഹമ്മദ് മുസ്തഫ എന്റെ ഹബീബിനെ അവർ അറിയുന്നുണ്ടോ എന്ന് മാത്രമാണ് അള്ളാഹുവിന്റെ നോട്ടം. അതെന്തിനാണ് അള്ളാഹു താല അങ്ങനെ നോക്കുന്നത്? ഈ ലോകം തന്നെ അള്ളാഹു താല പടക്കാൻ കാരണമാരാണ്? അത് നമ്മുടെ രാജകുമാരൻ, ഹൃദയത്തിന്റെ, നമ്മുടെ എല്ലാറ്റിന്റെയും അനിർവചനീയമായിട്ടുള്ള അഭിലാഷമായ മുഹമ്മദ് മുസ്തഫ. ഹബീബാരാണ്? നബിയെ, അങ്ങയെ ഞാൻ നൂറാക്കി മാറ്റി എന്ന് പറഞ്ഞത്, ഞാൻ ഒളിപ്പിച്ചു വെച്ച ഒരു രഹസ്യം
നൂറ് പോലെ ഞാൻ ആദ്യമായി ഒളിപ്പിച്ചു വെച്ച അഹദായ ഞാൻ ആദ്യമായി ഒളിപ്പിച്ചു വെച്ച പരമമായ രഹസ്യം അത് അഹമ്മദ് എന്ന നൂറാണ്, മുഹമ്മദ് മുസ്തഫ. ആ നൂറിനെ ആരാണോ അറിഞ്ഞത്, ആ പ്രകാശത്തിന് ആരാണോ തിരിച്ചറിഞ്ഞത്, അവൻ തന്നെയാണ് അള്ളാഹുലേക്ക് ലയിച്ചവൻ. അല്ലാത്തവൻ അള്ളാഹുവിൽ നിന്നും അകന്നവനാണ്. ആ നൂറിനെ അറിഞ്ഞവൻ നാറിൽ നിന്നും ദൂരെയാണ്. ആ നൂറിനെ അറിയാത്തവൻ നാറിലേക്ക് കടക്കേണ്ടവനാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ചില നിസ്കാരക്കാരുടെ നിസ്കാരം വൈലെന്ന നരകത്തിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞാൽ അതാണ്. നിസ്കരിക്കാൻ ആർക്കും പറ്റും, പക്ഷെ ഹബീബിനെ അറിഞ്ഞ് നിസ്കരിക്കാൻ അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. മുഅ്മിനാവട്ടെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വന്നാസി അജ്മഈൻ. എല്ലാറ്റിനേക്കാളും ആരെ സ്നേഹിക്കണം? മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണം എന്നുള്ളതാണ് അതിന്റെ ആദ്യ ഭാഗം. അള്ളാഹിന്റെ ഹബീബ് ഞാൻ പറഞ്ഞു, അത് പ്രകാശത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് പകർന്ന റസൂലേ, അതിനറിയാനും ഈ സദസ്സ് കാരണമാട്ടെ എന്ന് തുടക്കത്തിൽ നാമമോ സുൽത്താനുൽ അംബിയാവേ, നാറ് നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ, നാലു ദിക്കും നിറൈந்த ഹബീബേ, നാലു ദിക്കും നിറൈந்த ഹബീബേ, നാൾക്കു നാളായി തപിക്കുന്നു ഞാനേ, നാറ് നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ, നാറ് നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ, നാറ് നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ, നാലു ദിക്കും നിറൈந்த ഹബീബേ, നാലു ദിക്കും നിറൈந்த ഹബീബേ, നാലു ദിക്കും നിറൈந்த ഹബീബേ, നാലു ദിക്കും നിറൈந்த ഹബീബേ, നാൾക്കു നാളായി തപിക്കുന്നു ഞാനേ, മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തകം താ പ്രപഞ്ച പ്രഭുവേ, മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തകം താ പ്രപഞ്ച പ്രഭുവേ, നാറ് നൂറായി പകർന്ന റസൂലേ, നാമമോ സുൽത്താനുൽ അംബിയാവേ, 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 നാലു ദിക്കും നിറൈந்த ഹബീബേ, നാലു ദിക്കും നിറൈந்த ഹബീബേ, നാലു ദിക്കും നിറൈந்த ഹബീബേ, നാലു ദിക്കും നിറൈந்த ഹബീബേ, നാൾക്കു നാളായി തപിക്കുന്നു ഞാനേ, മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തകം താ പ്രപഞ്ച പ്രഭുവേ, മർഹബ യാ മുസമ്മിൽ ജമാലേ, മസ്തകം താ പ്രപഞ്ച പ്രഭുവേ, അസർ ബശറിൽ മറച്ച കമാലും നബി, സിർറ് സിർറി മഹാമഖമാണി മഹി, അസർ ബശറിൽ
ഇഷ്ക് മിസ്കിൽ മികൈന്തുള്ളതോ യാ നബി ഇഷ്ക് മിസ്കിൽ മികൈന്തുള്ളതോ യാ നബി ഇഷ്ക് മിസ്കിൽ മികൈന്തുള്ളതോ യാ നബി ഇഷ്ടമുള്ളോരടുക്കൽ വരും സന്നിധി മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം താ പ്രപഞ്ച പ്രഭുവേ മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം താ പ്രപഞ്ച പ്രഭുവേ നൂറായി പകർന്ന റസൂലേ നാമമോ സുൽത്താനുൽ അംബിയാവേ 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 നാലുദിക്കും നിറൈന്ന ഹബീബേ നാലുദിക്കും നിറൈന്ന ഹബീബേ നാലുദിക്കും നിറൈന്ന ഹബീബേ നാലുദിക്കും നിറൈന്ന ഹബീബേ നാൾക്കു നാളായി തപിക്കുന്നു ഞാനേ മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം താ പ്രപഞ്ച പ്രഭുവേ മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം താ പ്രപഞ്ച പ്രഭുവേ അലം ലൗഹിൽ തടിന്ത ദുഹൂറേ നബി കലിമ ശജറിൽ കുലൈതുള്ള മധുരകനി അലം ലൗഹിൽ തടിന്ത ലുഹൂറേ നബി കലിമ ശജറിൽ കുലൈത്തുള്ള മധുരകനി അലം ലൗഹിൽ തടിന്ത ദുഹൂറേ നബി കലിമ ശജറിൽ കുലൈതുള്ള മധുരകനി അലം ലൗഹിൽ തടിന്ത ലുഹൂറേ നബി കലിമ ശജറിൽ കുലൈത്തുള്ള മധുരകനി അർശ് കുർസിൽ മികൈന്നുള്ളതോ യാ നബി അർശ് കുർസിൽ മികൈന്തുള്ളതോ യാ നബി അർശ് കുർസിൽ മികൈന്നുള്ളതോ യാ നബി അർശ് കുർസിൽ മികൈന്തുള്ളതോ യാ നബി അർശിക്കോരിൽ കലൈന്നുള്ളതോ യാ ഹബീബ് മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം താ പ്രപഞ്ച പ്രഭുവേ മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം താ പ്രപഞ്ച പ്രഭുവേ നൂറായി പകർന്ന റസൂലേ നാമമോ സുൽത്താനുൽ അംബിയാവേ നൂറായി പകർന്ന റസൂലേ നാമമോ സുൽത്താനുൽ അംബിയാവേ നാലുദിക്കും നിറൈന്ന ഹബീബേ നാലുദിക്കും നിറൈന്ന ഹബീബേ നാലുദിക്കും നിറൈന്ന ഹബീബേ നാലുദിക്കും നിറൈന്ന ഹബീബേ നാൾക്കു നാളായി തപിക്കുന്നു ഞാനേ മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം താ പ്രപഞ്ച പ്രഭുവേ മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം താ പ്രപഞ്ച പ്രഭുവേ മർഹബ യാ മുസമ്മിൽ ജമാലേ മസ്തകം താ പ്രപഞ്ച പ്രഭുവേ ഹബീബ് എന്ന് പറയുന്ന രഹസ്യത്തിനേക്കാൾ വലിയൊരു രഹസ്യത്തെ തേടി പിടിക്കേണ്ട ദൗത്യം നമുക്കില്ല. ഹബീബിനെ അറിയണം. മുഹമ്മദ് മുസ്തഫ മടിക്കരുത്. സലാത്തിന് മടിച്ചവർ പഠിച്ചിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല, ജീവിച്ചിട്ട് കാര്യം. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നേതാവിനെ പറയാനില്ലാതെ പിന്നെ എന്തിനാണ് നമ്മൾ മുഹമ്മദ് മുസ്തഫ അൽബ പൊട്ടിയിട്ട് പറയണത്? എന്റെ നബിയാണ്. എന്റെ കാരണം
മൂസാ നബിയും പറഞ്ഞു, എന്തിനായിരുന്നു റബ്ബേ എനിക്ക് പ്രവാചകത്വം, എനിക്കാ മുത്തിന്റെ ഉമ്മത്തിൽ എന്നെ ഒരാളാക്കി കൂടായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടവരിൽ പെട്ടവരാണ് നമ്മൾ. മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ച സ്ഥാനമാണ് നമ്മുടെ സ്ഥാനം. എന്നിട്ടും നമുക്ക് നന്ദിയില്ലെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായി മാറൂല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ഖൽബിൽ കയറാതെ എന്തായിട്ടും കാര്യമില്ല, ഒരു കാര്യമില്ല. മുതലാളിയാവും, നേതാവാവും, പൈസക്കാരനാവും, ഉസ്താദാവും, ഖത്തീബാവും, ഒരു കാര്യമില്ല. പാട്ടുകാരനാവും, ഒരു കാര്യമില്ല. ആര് കയറണം? മുഹമ്മദ് മുസ്തഫ. ഹബീബ് കയറിയാൽ പിന്നെ ആരായാലെന്താ അല്ലേ? ഹബീബ് കയറിയ പിന്നെ ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും. അതിലെപ്പോഴും അടുത്തുണ്ട്, താരാട്ടുപാടാൻ തോഴികൾ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിച്ചോണ്ട്. കിളക്കണ്ട പൂട്ടണ്ട, വെയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട, കാലപ്പഴക്കം കൊണ്ട് നീ നിരക്കണ്ട, 33-ലൊരിക്കലും കവിയണ്ട. സ്വർഗാണത്. ഇതാർക്കുള്ളതാണ്? ഹബീബിനറിഞ്ഞവർക്കുള്ളതാണ്, മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ പാടുന്ന പാട്ട് ഒരുമിച്ച് പാടുന്ന പാട്ടാണ്. ഞങ്ങൾ വന്നിട്ട് പാടുക, ഞങ്ങൾ കേൾക്കുന്ന പരിപാടിയില്ല. നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോവാണ്. കാരണം എന്താണ്? നിങ്ങളൊരു യാത്ര കൊണ്ടാൽ മാത്രമേ ദർജയിൽ ആൾക്കാരും ഈ കൂട്ടത്തിലില്ല. നിങ്ങളെക്കാളും താഴെയുള്ളവരാണ് മേലെ കയറിക്കുന്നത്. തൗഫീഖ് കൊണ്ടാണ് മേലെ കയറിക്കുന്നത്. ബോധങ്ങളെക്കാളും കൊണ്ട് ഞങ്ങൾക്കുണ്ട്, ഇൽമുണ്ടായാലും എല്ലാം കൊണ്ടായാലും. പക്ഷെ അപ്പൊ എന്താണ് ഇവിടെ എന്ന് വെച്ചാൽ ഇത് ഒരുമിച്ചൊരു യാത്രയാണ്. ഒരുമിച്ചൊരു യാത്ര. എവിടേക്ക് യാത്ര? മദീനത്തേക്ക് യാത്ര. ഏത് മദീനത്തേക്ക്? നമ്മുടെ രാജകുമാരൻ കടന്നിറങ്ങുന്ന മദീനത്തേക്ക്, മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒരുമിച്ച് പാടണം. മെരാ നബി എന്ന് പറയും, എന്റെ നബി. നമ്മൾ ആരെങ്കിലും ഒരു പാർട്ടി ജയിച്ചാൽ നമ്മൾ ഉറക്കനെ പാർട്ടിന്റെ കൊടി പിടിച്ചിട്ട് ഉറക്കനെ പറയും, എന്റെ പാർട്ടിയാണ്, എന്റെ നേതാവെന്ന് പറയും. അതിനൊക്കെ പക്ഷെ നമ്മൾ ഏറ്റവും വിളിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ നബിയാണ്, മുഹമ്മദ് മുസ്തഫ. സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ മുഹമ്മദ് മുസ്തഫ. ആ സ്നേഹം പിടിച്ചു പറ്റണമെങ്കിൽ ആ പേരിങ്ങനെ ചവർപ്പണം ചെയ്ത് 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 എന്ത് ചെയ്യണം? നമുക്കതിങ്ങനെ അതിന്റെ മധുരം കിട്ടും. അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. നൂറിന്റെ നൂറിനാറ് തീർത്ത രാജനബിയേ, നുണയാൻ കൊതിക്കും കൗസറിന്റെ ഭാഗ്യനിധിയേ, ആ പച്ച കുംഭചാരൂഹിൻ ഹിജ്റ മദിയേ, അങ്ങിൻ വടിക്ക് വീശും മിസ്കിൽ ഞാനും പതിയേ, ആ നൂറ് മദിയേ അതിലേക്ക് കൊതിയേ, ആ നൂറ് മദിയേ അതിലേക്ക് കൊതിയേ, അങ്ങെന്റെ നബി എന്റെ നബി എന്റെ നബിയേ, അങ്ങെന്റെ നബി എന്റെ നബി എന്റെ നബിയേ, ഓ മേര നബി മേരാ നബി മേര നബിയേ. ഇതിങ്ങനെ ശരിയാവില്ല. ഇത് വളരെ മോശമല്ലേ? അള്ളാഹിന്റെ ഹബീബിന് പറയും മടി എന്തിനാ? മടിക്കുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നമുക്ക് എന്തോ അനാനിയത്തിന്റെ ഒരു കേടുണ്ട്. അള്ളാഹിന്റെ ഹബീബ് കൽബിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ അറിയാതെ നമ്മുടെ കൽബിൽ നിന്ന് അതിങ്ങനെ പൊട്ടി പൊട്ടി പുറത്തു ചാടും. മുഹമ്മദ് മുസ്തഫ. നമ്മള് ഭയങ്കര വിശന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ല ഇഷ്ടമുള്ള ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിച്ച മണം പിടിച്ച നമുക്ക് പിടുത്തം കിട്ടാതാവും അല്ലേ? കൊതിക്കുന്നത് കണ്ടാൽ നിയന്ത്രണം ഉണ്ടാവില്ല. നമ്മുടെ കൊതി ആരാവണം? മുഹമ്മദ് മുസ്തഫ. ഹബീബിനെ കൊതിച്ചാ പിന്നെ ദുനിയാവ് പുറകെ വരും. കൽബിൽ കയറണം. അതിന് കിബിർ അങ്ങോട്ട് പൊട്ടിക്കണം. കിബിർ പൊട്ടിക്കാതിരുന്നിട്ട് കാര്യമില്ല. ആരായാലും കഴിച്ചിട്ടാവില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കിബിർ പൊട്ടിക്കണം. കിബിർ പൊട്ടിച്ചവർക്ക് ഇവിടെ വരാൻ വേണ്ടി മാത്രമല്ല, പോവാനും കൂടി ഉള്ള ഭാഗം. വീട് വരാനും മാത്രമല്ല, അത് പോവാനും കൂടി പറ്റുന്ന സ്ഥലം. കിബിറിൽ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ കൽബിൽ പൊടിക്കാനാനിയത്തിന് അല്ലാഹു തആല പൊട്ടിച്ചേരട്ടെ. അതിനെന്ത് മതി? ഹബീബ് മതി, മുഹമ്മദ് മുസ്തഫ. അപ്പൊ പാടിക്കോടി. ഓ മേര നബി മേരാ നബി മേര നബിയേ, ഓ മേര
മേരെ നബി മേരാ നബി. പോരാ, ശബ്ദം പോരാ, വളരെ ബാക്കിലാണ്. ഓ മേരെ നബി മേരാ നബി മേരെ നബിയേ. വലിയൊരു മഹാന്റെ വലിയൊരു ഓർമ്മ കിടക്കുന്ന നാട്ടുകല്ലിന്റെ അടുത്തുള്ള ആളുകളാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഹബീബിനെ സ്നേഹിച്ച് നടന്നവരാണ്. അത്ഭുതം കാണുമ്പോ അവിടെ പോയിട്ട് ദ്വാരന്നിട്ടും പൈസ ഇട്ടിട്ടും കാര്യം സാധിച്ചിട്ടൊന്നും കാര്യമില്ല. ഓരെ പുറകെ പോകണമെങ്കിൽ ഇഷ്ക് നടക്കണം. മുഹമ്മദ് മുസ്തഫ അവരെ പുറകെ നിന്നപ്പോ കല്ലിന് വരെ ജീവൻ വന്നു. എന്തേ കാരണം? ഇതിന്റെ ഹബീബിനെ സ്നേഹിച്ചതാണെന്ന് കല്ലിനറിയാം. നിങ്ങളിരിക്കുന്ന മണ്ണും ആരാണ്? മുഹമ്മദ് മുസ്തഫ ഹബീബിന്റെ അതല്ലാതെ ഇവിടെ ആരും ഒരു കാറ്റ് പോലും, ഒരു മഴ പോലും, ഒരു വെള്ളം പോലും ഒന്നും നമുക്ക് കിട്ടണില്ല. എന്നിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മളെക്കാൾ കൂടുതൽ മോശക്കാരാണോ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പൊട്ടിച്ച് പാടിക്കോളും. ഓ മേരെ നബി മേരാ നബി, ഓ മേരെ നബി മേരാ നബി. ഈ ഭാഗത്തുനിന്ന് ശബ്ദം കുറവ്, ഒന്ന് പാടി. ഓ മേരെ നബി മേരാ നബി, ഓ മേരെ. മൂസസ്താദൊക്കെ ഉണ്ടല്ലോ ചെല്ലി, മൂസസ്താദൊക്കെ അതിന്റെ ആളാ. ആ മനുഷ്യനെ എവിടുന്ന വരുന്ന കയറിയിട്ടാ. അതിങ്ങനെ വെളിച്ചം തേടി നടക്കണ ഇയ്യാമ്പാറ്റകളെ പോലെ നടക്കുന്ന ആളാ ഇഷ്കിന് വേണ്ടിയിട്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ദർജയേറ്റി കൊടുക്കട്ടെ. അതൊക്കെ നമുക്ക് മുഖപരിചയമുള്ള ആളെന്ന് പേരെടുത്ത് പറഞ്ഞത്. ഇന്ന് ഇവിടുത്തെ സംഘാടകർ വിളിച്ചത് ഇക്ക് മുമ്പ് വിളിച്ചിരിക്കുന്നു. എപ്പോഴെത്തപ്പോഴും ഓ മേരെ നബി മേരാ നബി മേരെ നബി, ഓ മേരെ നബി മേരാ നബി മേരെ നബി, ഓ മേരെ നബി മേരാ നബി മേരെ നബി, ഓ മേരെ നബി മേരാ നബി മേരെ നബി. ആഹാ മേരാ നബി, ഓ മേരാ നബി, ആഹാ മേരാ നബി, ഓ മേരാ നബി, ഓ മേരെ നബി മേരാ നബി മേരെ 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 നബി. ഇബ്രാഹിം ഓർക്കിത്തിയിലും തണുപ്പായ വഴിയേ, ഇസ്മായിൽ ഹാജരിൽ ഹിക്മത്തിന്റെ ഒളിയേ. ഇബ്രാഹിം ഓർക്കിത്തിയിലും തണുപ്പായ വഴിയേ, ഇസ്മായിൽ ഹാജരിൽ ഹിക്മത്തിന്റെ ഒളിയേ. യൂനുസ് നബിക്ക് മീനിലും രക്ഷയ്ക്ക് പതിയേ, യൂഹോർക്ക് കപ്പലാക്കി ഹഖ് വെട്ടവും നബിയേ. യൂനുസ് നബിക്ക് മീനിലും രക്ഷയ്ക്ക് പതിയേ, യൂഹോർക്ക് കപ്പലാക്കി ഹഖ് വെട്ടവും നബിയേ. അതും എന്റെ നബിയേ ആലത്തിലാദിയേ, അതും എന്റെ നബിയേ ആലത്തിലാദിയേ. ഓ മേരെ നബി മേരാ നബി മേരെ നബി, ഓ മേരെ നബി മേരാ നബി മേരെ നബി, ഓ മേരെ നബി മേരാ നബി മേരെ നബി, ഓ മേരെ നബി മേരാ നബി മേരെ നബി. ജിബ്രീൽ മൊഴിഞ്ഞതേ വഴി ഹൂവാൽ തജല്ലിയേ, മിഅ്റാജുൽ അക്ബർ അന്ന് കൊണ്ട ഏക നബിയേ. ജിബ്രീൽ മൊഴിഞ്ഞതേ വഴി ഹൂവാൽ തജല്ലിയേ, മിഅ്റാജുൽ അക്ബർ അന്ന് കൊണ്ട ഏക നബിയേ. ഉടയോന്റെ സൃഷ്ടിയിൽ അങ്ങേക്ക് ലാഭതല്ലൊളിയേ, ഉദിക്കൊണ്ടതെല്ലാം അങ്ങാലല്ലേ ഭൂപതി മതിയേ. ഉടയോന്റെ സൃഷ്ടിയിൽ അങ്ങേക്ക് ലാഭതല്ലൊളിയേ, ഉദിക്കൊണ്ടതെല്ലാം അങ്ങാലല്ലേ ഭൂപതി മതിയേ. തോഹാനിധി നബി നബി അങ്ങന്റെ കൊതിയേ, തോഹാനിധി നബി നബി അങ്ങന്റെ കൊതിയേ. അങ്ങാർക്കും വഴിയേ ലാമിന്റെ മധുവേ, അങ്ങാർക്കും വഴിയേ ലാമിന്റെ മധുവേ. ഓ മേരെ നബി മേരാ നബി മേരെ നബി, ഓ മേരെ നബി മേരാ നബി മേരെ നബി. ആഹാ മേരാ നബി, ഓ മേരാ നബി, ആഹാ മേരാ നബി,
എന്നവരെ പാമ്പ് മുത്തി എന്നാ പറഞ്ഞത്. ഇഷ്കിന്റെ ഭാഷയിൽ പാമ്പ് കുത്തിയതല്ല, പാമ്പ് മുത്തിയതാണ്. എന്തിനു മുത്തി? ഹബീബിനെ കാണാൻ വേണ്ടി കൊതിച്ചിരുന്നപ്പോ സൗറെന്ന ഗുഹയിൽ 2 മുത്തുമണികൾ, ഒരു നൂറുൻ അലാ നൂറും, ആ നൂറിനെ പ്രണയിച്ച മറ്റൊരു നൂറും വന്നപ്പോഴേക്കും മാളത്തിൽ നിന്നും തലയിടാൻ ശ്രമിച്ചപ്പോഴേക്കും പാമ്പ് കണ്ട ധാരയാണ് ഹബീബിന്. ഹബീബ് ഏത് മടിയിലാണ് കിടക്കുന്നത്, ആ മടിയുടെ കാലാരുടേതാണ്? അത് സിദ്ദീഖിന്റെ കാല്. എന്റെ സിദ്ദീഖ്, എനിക്ക് മുമ്പേ എനിക്ക് വേണ്ടി മരിച്ച സിദ്ദീഖ് എന്ന് പറഞ്ഞവരാണ് മുഹമ്മദ് മുസ്തഫ. ആ സിദ്ദീഖിന്റെ കാൽ അത് കണ്ടപ്പോ പാമ്പിന് മനസ്സിലായി, എനിക്ക് ഹബീബിനെ കാണാൻ കഴിഞ്ഞില്ലേലും എന്റെ സിദ്ദീഖിന്റെ കാൽപാത്ത് എനിക്ക് ചുംബിക്കാലോ എന്ന് വിചാരിച്ച് ചുംബനമർപ്പിച്ചതാണ് എന്നാണ് ഇഷ്കിന് അതിന് വ്യാഖ്യാനം കൊടുത്തത്. അപ്പൊ ചോദിക്കും, പിന്നെ വേദനിച്ചപ്പോ എങ്ങനെ കരഞ്ഞു? കരഞ്ഞപ്പോഴല്ലേ ഹബീബ് മടിന്നുണന്നത്, അത് വേദനിച്ചപ്പോ കരഞ്ഞതല്ല. അങ്ങനെ മനസ്സിലാക്കണ്ട, അത് അങ്ങനല്ലേ ഇഷ്കിന്റെ വ്യാഖ്യാനം. എന്താണ് അതിന്റെ വ്യാഖ്യാനം? സിദ്ദീഖ് എന്നവരെ കാലിൽ കുത്തിയതും സിദ്ദീഖ് എന്നവരെ എങ്ങനെ അറിയാം? ഒന്നിനും കൊള്ളാത്ത നമ്മൾ അല്പനേരം ഹബീബിനെ കേട്ടപ്പോഴേക്കും ദുനിയാവ് മറന്നു, നമ്മൾ വീട് മറന്നെങ്കിൽ എന്റെ സിദ്ദീഖിനോളം എന്നെ ആരും സ്നേഹിച്ചിട്ടില്ലെന്ന് ഹബീബ് പറഞ്ഞ സിദ്ദീഖിനെ എങ്ങനെയാണ് മുത്തുമടിയിൽ കിടക്കുമ്പോ എങ്ങനെയാണ് പാമ്പ് കുത്തിയാൽ അറിയാം? അത് പ്രേമം കൊണ്ട് ആ ലോകത്ത് വിഹായിസിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന മനുഷ്യനല്ലേ. മുത്തുമടി കിടക്കുമ്പോ എങ്ങനെയാണ് പാമ്പ് കുത്തി വേദന ഉണ്ടാവും സിദ്ദീഖിന്? അത് അതുകൊണ്ട് കരഞ്ഞതല്ല. എന്റെ മടി കിടക്കുന്നത് ആരാണ്? ഇത് റഹ്മത്തുൽ ആലമീനല്ലയോ എന്റെ മടി കിടക്കുന്നത്? എന്റെ നാഥൻ ഈ ലോകം പടക്കാൻ കാരണക്കാരനായി എന്റെ മുത്തല്ലേ എന്റെ മടി കിടക്കുന്നതെന്ന് ഓർത്തപ്പോ ആ മുഖത്തിങ്ങനെ ഇമ വെട്ടാതെ നോക്കി നിന്നപ്പോ അറിയാതെ വീണ ആനന്ദ കണ്ണീരാണെന്നാണ് ഇഷ്കിന്റെ വ്യാഖ്യാനം. ആ ഗുഹക്ക് ചിലന്തി മനോഹരമായിട്ട് അലങ്കരിച്ചില്ലയോ? ആ ഗുഹയുടെ അടുത്ത് മാടപ്രാവ് അടയിട്ട് വിരിഞ്ഞതെന്തിനാണ്? അടയിട്ടിരുന്നതെന്തിനാണ്? എന്റെ ഹബീബിന്റെ സുഗന്ധം പേറിയ മക്കൾ എനിക്ക് പറക്കണമെന്ന് ആഗ്രഹം കൊണ്ടല്ലേ. ഇന്നും മദീനയും മദീനയെ പ്രണയിക്കുന്ന മഖാമുകളിലും പാറിക്കളിക്കുന്ന അരിപ്രാവുകളെല്ലാം അതിൽ നിന്ന് വിരിഞ്ഞതാണെന്ന് എത്ര മഹാന്മാര് പറഞ്ഞു. ഇഷ്ക് അങ്ങനെയാണ്. സ്നേഹിച്ചാൽ അത് ഹബീബ് തിരിച്ചു തരും. മുഹമ്മദ് മുസ്തഫ ഗുഹസൗരിലങ്ങ് സിദ്ദീഖോരെ പാമ്പ് മുത്തിയേ, ഹബീബിനോടുള്ള ഇഷ്ക് ചെയ്തി മുറിവിലാക്കിയേ. ഗുഹസൗരിലങ്ങ് സിദ്ദീഖോരെ പാമ്പ് മുത്തിയേ, ഹബീബിനോടുള്ള ഇഷ്ക് ചെയ്ത് മുറിവിലാക്കിയേ. ആ നോവ് മറിയാതെ സിദ്ദീഖാകെ മാറിയേ, അമ്പടിയിലുള്ള പൂമുഖത്തിൽ കണ്ണൊരുക്കിയേ. ആ നോവ് മറിയാതെ സിദ്ദീഖാകെ മാറിയേ, ആ മടിയിലുള്ള പൂമുഖത്തിൽ കണ്ണുരുക്കിയേ. അന്നേരം വീണ തുള്ളി പ്രേമമുത്തു വെള്ളിയേ, അഭാഗ്യം നേട്ടമോത്ത് റബ്ബ് ശുക്ർ പാകിയേ. ഓ മേര നബി മേരാ നബി മേര നബി, ഓ മേര നബി മേരാ നബി മേര നബി, ഓ മേര നബി മേരാ നബി മേര നബി, ഓ മേര നബി മേരാ നബി മേര നബി. ത്വായിഫുകാരറിഞ്ഞ കല്ല് കൊണ്ട നിധിയേ, തിരിച്ചന്നവർക്ക് മാപ്പിനായി കരഞ്ഞ പതിയേ. വായിഫുകാരറിഞ്ഞ കല്ല് കൊണ്ട നിധിയേ, തിരിച്ചന്നവർക്ക് മാപ്പിനായി കരഞ്ഞ തണിയേ. അപ്പൂമുഖം കാണാൻ കഴിയാത്തുള്ള വിധിയേ, അണിഞ്ഞാലും എൻ മനാമിൽ ആശയാണ് കൊതിയേ. ആ പൂമുഖം കാണാൻ കഴിയാത്തുള്ള വിധിയേ, അണഞ്ഞാലും എൻ മനാവിൽ ആശയാണ് കൊതിയേ. യോഗ്യനല്ല പതിയേ, പാപിയാണ് കലിയേ. യോഗ്യനല്ല പതിയേ, പാപിയാണ് കലിയേ, യോഗ്യനല്ല പതിയേ, പാപിയാണ് കലിയേ. യോഗ്യനല്ല പതിയേ, പാപിയാണ് കലിയേ. എന്നാലും 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 വന്നിടു പതിയേ, എന്നാലും 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 വന്നിടു പതിയേ. എന്നാലും 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 വന്നിടു പതിയേ, എന്നാലും 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 വന്നിടു പതിയേ. തോഹാനി തീ നബി നബി അങ്ങന്റെ കൊതിയേ, തോഹാ
അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ മനോഹരമായ അടുത്തേക്ക്, ആ സന്നിധിയിലേക്ക് ഞങ്ങൾ വരാൻ അർഹരല്ല നബിയെ മുഹമ്മദ് മുസ്തഫ. അതൊന്ന് സ്വയം പഠിക്കണം. സലാത്ത് ഇങ്ങനെ ഇത്രയും കേട്ടിട്ട് എന്താണ്, ഒരു പാമ്പിന് പോലും അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മുഹമ്മദ് മുസ്തഫ. എന്താണ് നമ്മുടെയൊക്കെ കാരണം? എന്താ നമ്മുടെയൊക്കെ ലഖദ് ഖലഖൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് പറയുന്നതിൽ നമ്മൾ അഹങ്കരിച്ചു പോയി. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഖൽബിൽ അല്ലാഹുവിന്റെ ഹബീബില്ലെങ്കിൽ രക്ഷപ്പെടൂല. മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾക്ക് പ്രതീക്ഷ അങ്ങാണ് നബിയെ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഇവിടെ നിന്നതാ മനോഹരമായ നാട്ടുകല്ലിന്റെ പ്രദേശത്തിൽ നിന്നും വെറുതെ സലാം പറഞ്ഞോണ്ടേ നബിയെ സ്വീകരിച്ചാലും മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ ഏറ്റെടുക്കണേ നബിയെ മുഹമ്മദ് മുസ്തഫ. കൈയൊടിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരെ മുന്നിലാ പോവാ നബിയെ മുഹമ്മദ് മുസ്തഫ. സലാമുൻ അലൈഹി 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 യാ സയ്യിദി യാ ഹബീബി 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 സലാമുൻ അലൈഹി. सबसे गुलाम वाला हमारा नबी, सबसे वाला वाला हमारा नबी, सबसे गुलाम वाला हमारा नबी, सबसे वाला वाला हमारा नबी. अपने मौला को प्यारा हमारा नबी, अपने मौला को प्यारा हमारा नबी, दोनों आलम का दूल्हा हमारा नबी. या मुस्तफा या मुजतबा, या मुस्तफा या मुजतबा, खैरुल वरा नूरे हुदा, खैरुल वरा नूरे हुदा. अब जैसा जगह मेरे कोई नहीं, मेरे लगों का हर्ग करे में पूंज लगा गए या रसूल. अब तो मेरे फिरदो ज़बागे में न लगा गए या रसूल. मेरे लगों के हर्ग करे में पूंज लगा में या रसूल. अब तो मेरे फिरदो ज़बागे मेरे लगा गए या रसूल. सिद्दीक का नाना या रसूल, फारूक का नाना या रसूल, उस्मान का नाना या रसूल, हैदर का नाना या रसूल. हम सब न पुकारो या रसूल या रसूल या रसूल. तेरे नाम के सर को कटाऊं, तेरे नाम के बारी जाऊं, तेरे नाम के सर को कटाऊं, तेरे नाम के बारी जाऊं, तेरे नाम से जन्नत पाऊं, तेरे नाम से जन्नत पाऊं, तेरे साथ मैं जन्नत जाऊं. मेरे लगोगे अर्ज करे में पूंज लगा गए या रसूल. अब तो मेरे फिरदो ज़बागे मेरे लगा गए या रसूल. मेरे लगोगे अर्ज करे में पूंज लगा में या रसूल. अब तो मेरे फिरदो ज़बागे मेरे लगा गए या रसूल.
नूर का जल रहा था नूर का तुमको देखा हो गया ठंडा कलेजा नूर था तुमको देखा हो गया ठंडा कलेजा नूर था उमर 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 नबी का लब पर जो जिक्र है निकाल आया कमाल आया नबी अड़गिले सारे समाधुए जमाले या कमाले या नबी का लब पर जो जिक्र है निकाल आया कमाल आया नबी अड़गिले सारे समाधुए जमाले या कमाले या हस्बी रब्बी जल्लल्लाह मा फी क़ल्बी गैरुल्लाह हस्बी रब्बी जल्लल्लाह मा फी क़ल्बी गैरुल्लाह नूर मुहम्मद सल्लल्लाह ला इलाहा इल्लल्लाह नूर मुहम्मद सल्लल्लाह ला इलाहा इल्लल्लाह रसूल अल्लाह ओ हबीब अल्लाह रसूल अल्लाह ओ हबीब अल्लाह ഒന്ന് കണ്ടോട്ടെ ഒന്ന് കണ്ടോട്ടെ ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിനിരുളങ്ങ് മാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കഴിയാത്ത പാപങ്ങൾ തീരാൻ ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിനിരുളങ്ങ് മാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കഴിയാത്ത പാപങ്ങൾ തീരാൻ तेरे कुर्बान तेरे कुर्बान तेरे कुर्बान प्यारे मोहम्मद गिर लगा हो मुझे भी संभालो तेरे कुर्बान मोहम्मद गिर लगा हो मुझे भी संभालो ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എന്റെ പ്രിയരാം ഹബീബിന്റെ നാമം കാതം മറക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാൽ മൊഴിഞ്ഞുള്ള നാദം മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും മണ്ണിൽ ഇനിയില്ല ഇതുപോലൊരാളും ജന്മം നമുക്കായി സമർപ്പിച്ചതേനാ तेरे कुर्बान तेरे कुर्बान तेरे कुर्बान प्यारे मोहम्मद गिर लगा हो मुझे भी संभालो तेरे कुर्बान प्यारे मोहम्मद गिर लगा हो मुझे भी संभालो हस्बी रब्बी जल्लल्लाह मा फी क़ल्बी गैरुल्लाह हस्बी रब्बी जल्लल्लाह मा फी क़ल्बी गैरुल्लाह नूर मुहम्मद सल्लल्लाह ला इलाहा इल्लल्लाह नूर मुहम्मद सल्लल्लाह ला इलाहा इल्लल्लाह रसूल अल्लाह ओ हबीब अल्लाह रसूल अल्लाह ओ
मदनी कोने नम तुम सा कोई नहीं कविलगमिल मरदग तरिയും തേനാരൊഴുകും ആ സ്നേഹവനേ കവിളകമിൽ മരദഗ തരിയും തേനാരൊഴുകും ആ സ്നേഹവനേ ഖത്മെ റസൂൽ മക്കി മദനി കോനെ നമ തും സാ कोई नहीं ഖത്മെ റസൂൽ ഖത്മെ റസൂൽ മക്കി മദനി ഖത്മെ റസൂൽ മക്കി മദനി കോനെ നമ തും सा कोई नहीं तुम सा कोई नहीं नूर मुजस्सम तेरे सिवाय नूर मुजस्सम तेरे सिवा महबूब खुदा का कोई नहीं ख़त्मे रसूल मक्की मदनी कोने नम तुम सा कोई नहीं ख़त्मे रसूल അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. എങ്ങനെയാണ് ഹബീബിനെ വർണ്ണിച്ച് പൂർത്തീകരിക്കാനാവുക? ഒരാൾക്കും കഴിയില്ല, അള്ളാഹുവിനല്ലാതെ. കാരണം ഹബീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വലിയ രഹസ്യമാണ്. ഹബീബിനെ അറിയണമെങ്കിൽ ഹബീബ് സ്നേഹിച്ചതിനെ സ്നേഹിക്കുക അല്ലാതെ ഒരു മാർഗമില്ല. നമ്മളതുകൊണ്ടാണ് ഔലിയാക്കന്മാരൊക്കെ തേടിപ്പോണത്. ഔലിയാക്കന്മാരെന്ത് ചെയ്തു? അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹത്തിന് വേണ്ടി അവരെന്താ ചെയ്തത്? അവരല്ലാഹുവിന്റെ ഹബീബിനെ എല്ലാം കൊണ്ടും സ്നേഹിച്ചു. മദീന അതിന് വലിയൊരു ഭാഗമായിരുന്നു. മദീനയുടെ പാട്ട് പാടും. അത്ര പൂശി എവിടെ എത്തിയെന്ന് അറിയില്ല. എല്ലായിടത്തും പൂശി തന്നെയാണ്. അൽഹംദുലില്ലാ. ഇനി ലൈറ്റ് കൊടുത്തു കൂടാ. അതിന് മുമ്പ് അല്ലേ? കുഴപ്പമില്ലല്ലോ, ലൈറ്റൊന്നും കുഴപ്പമില്ലല്ലോ. അൽഹംദുലില്ലാ. അതിന് മുമ്പ് മദീനത്തേക്ക് ഇവിടുന്ന് പോയ ആളുകൾ എത്ര ആളുകൾ കയ്യുന്തി കാട്ടും? മദീന കണ്ട ആളുകൾ കയ്യുന്തിച്ചാണ്. കയ്യുന്തിച്ചോളി, മടിക്കണ്ട. അൽഹംദുലില്ലാ. അഭിമാനല്ലേ? ഞാൻ മദീന കണ്ടു എന്ന് പറഞ്ഞ അഭിമാനല്ലേ? മുഹമ്മദ് മുസ്തഫ. മദീനത്തേക്ക് പോവാൻ പൈസയും പാസ്പോർട്ടുള്ള ആർക്കും മദീനത്തേക്ക് പോവാം. പോയവർക്ക് അല്ലാഹു തആല അതിന് ഖബൂലിയത്ത് കൊടുക്കട്ടെ. വലിയ ഭാഗ്യം. ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മദീനത്തേക്ക് പോകണം. എങ്ങനെ പോകണം? രാജകുമാരൻ വിളിച്ചിട്ട് പോകണം കൊട്ടാരത്തിലേക്ക്. വെളിയങ്കോട് ഉമറക്കാലി പറഞ്ഞു, ഹബീബേ, അങ്ങയുടെ കൊട്ടാരത്തിലേക്ക്, മനോഹരമായ കൊട്ടാരത്തിലേക്ക്, മരതക പച്ചയുടെ കേരമരങ്ങൾ തെങ്ങുകൾ തിങ്ങി പാർക്കുന്ന മനോഹരമായ കേരളത്തിൽ നിന്നും ഇടയ്ക്കിടെ ഞാൻ എന്റെ റൂഹിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാറുണ്ട് നബിയെ മുഹമ്മദ് മുസ്തഫ. ഇന്ന് ഉമർ നേരിട്ട് വന്നിരിക്കുന്നത് അങ്ങയ്ക്ക് കൈതരാനാണ്, അങ്ങയെ കാണാനാണ്. അങ്ങ് സമ്മതിക്കും എങ്കിൽ മാത്രം അങ്ങയുടെ മനോഹരമായ കൊട്ടാരത്തിന്റെ ആദ്യ പടിക്ക് ഞാൻ എന്റെ കാല് വെക്കുമെന്ന് പറഞ്ഞിട്ട് മദീന മുനവ്വറയിൽ നിന്നും വിദൂരതയിൽ നിന്നും മദീന മുനവ്വറയുടെ മനോഹരമായ പച്ചക്കുബ്ബക്ക് നോക്കിയിട്ട് വെളിയങ്കോട് ഉമറക്കാദി പറഞ്ഞത് എന്തേ? ഹബീബ് സമ്മതിക്കാതെ ഞാൻ കൊട്ടാരത്തിലേക്ക് കടക്കൂല. കാരണം ലോകത്ത് ഇത്രയും വലിയ പാറാവുകാര് കാവല് നിൽക്കുന്ന മറ്റു കൊട്ടാരം ഏതാണ്? മദീന സ്വർഗമാണ്. മുഹമ്മദ് മുസ്തഫ അത് ലോകത്തിന്റെ രാജകുമാരന്റെ കൊട്ടാരമാണ്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരുടെ കൊട്ടാരമാണ്. അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരുടെ കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടു പോവുക എന്നുള്ളതിനേക്കാൾ വലിയ മധുര്യം എന്താണ്? അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. മനാമിൽ വന്നിട്ട് ഹബീബ് പറയണം, മദീനത്തേക്ക് വരൂ, അല്ലെങ്കിൽ മദീനത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഹബീബ് വിളിക്കണം. അതിനുള്ള തൗഫീഖ് അള്ളാഹു തആല നമുക്ക് തരട്ടെ. അപ്പൊ ചോദിക്കും, അത് വിളിക്കൂ?
വിളിക്കും. അത് പ്രേമിച്ചാൽ ഇഷ്ടപ്പെട്ടാൽ വിളിക്കും. വിളിക്കുന്നു പറഞ്ഞാൽ വിളിക്കും. അതൊരു സംശയമില്ല. സംശയിക്കുന്നവൻ സ്വയം ഈമാനെ പരിശോധിക്കണമെന്നുള്ളൂ. അങ്ങനെ വിളിച്ചിട്ട് മദീനത്തേക്ക് പോകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കണം. അപ്പൊ ആ ഒരു സംഭവം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ സദസ്സിന്റെ അക്ക് ഞാൻ വർക്കത്തുള്ള ഹബീബ് മനാമിൽ വന്നിട്ട് വിളിച്ചിട്ട് പോകണം. ഉമ്മമാർക്ക് ബീവി ഖദീജത്തുൽ കുബ്ര വന്ന് വിളിക്കണം, ഹബീബ് വിളിക്കണം, ആയിഷ ബീവി വിളിക്കണം, ഫാത്തിമ എന്നവരും വിളിച്ചിട്ട് ബീവിയും വിളിച്ചിട്ട് എവിടേക്ക് പോകണം? മദീനത്തേക്ക് പോകണം, മക്കത്തേക്ക് പോകണം. അല്ലാഹു തആല അതിന് തൗഫീഖ് കൊടുക്കട്ടെ. അതിനൊക്കെ എന്ത് വേണം? ഒരു സ്വതഖ. ഇപ്പൊ ലേറ്റ് കൊടുത്തു, പിന്നെ 2-3 പാട്ട് പാടി അവസാനം കൂടുതൽ വേഗിച്ചില്ല. ലേറ്റ് കൊടുത്തിട്ട് കരയേണ്ടവർക്ക് കരയാം, ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം, മൊബൈൽ കളിക്കേണ്ടവർക്ക് മൊബൈൽ കളിക്കാം, കോട്ടുമായിട്ട് കൊടുക്കും. അതൊക്കെ അതിനൊന്നും ഒരു വിഷയമില്ല. ഒരാൾ കരഞ്ഞാൽ മതി, ഒരൊറ്റാൾ കരഞ്ഞാൽ മതി. അല്ലാഹുവിന്റെ ഹബീബിനെ ഓർത്തിട്ട് അത് കരഞ്ഞാൽ ഇവിടെ നമ്മുടെ കമ്മിറ്റി സിസ്റ്റേഴ്സിന്റെ കമ്മിറ്റി നടത്തിയ പരിപാടി വിജയിച്ചു. അപ്പൊ സാമ്പത്തികമായിട്ട് ഈ 2 ദിവസത്തെ പരിപാടിയാണ്. അള്ളാഹിന്റെ ഹബീബിന്റെ മദീന കേൾക്കുന്ന മുമ്പ് മദീനക്കാരുടെ സ്വഭാവം നമ്മൾ എടുക്കണം. മദീനക്കാരുടെ സ്വഭാവം നമ്മൾ മദീനക്കാരുടെ സ്വഭാവം ചെയ്യുന്നു. ഹബീബും മുഹാജിരീങ്ങളും മദീനത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് മദീനക്കാര് തൻ്റെ സ്വത്തുകൾ മുഴുവൻ കൊടുക്കുന്നു പറഞ്ഞു. ഹബീബ് പറഞ്ഞു വേണ്ടട്ട, പൗതി കൊടുത്താൽ മതി, മക്കത്ത് നിന്ന് ഒന്നുവരിക്കുന്നു പറഞ്ഞു. എല്ലാവരും പൗതി കൊടുത്തു. 10 സെന്റ് നിലമുള്ളവന് നല്ല വിളവെടുപ്പുള്ള 5 ആക്കി കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ ഒരു സഹാബി അടുത്തുപോയി പറഞ്ഞു, നബിയെ എനിക്ക് സങ്കടമുണ്ട് നബിയെ, എന്തു പറ്റി? മദീനക്കാരൻ പറഞ്ഞു, എന്തു പറ്റി ചോദിച്ചു. പറഞ്ഞു, എനിക്ക് നല്ല സ്ഥലമുണ്ട്, അതിൽ നല്ല സ്ഥലം ഞാൻ അദ്ദേഹത്തിന് പൗതി കൊടുത്തു. പക്ഷെ എൻ്റെ സങ്കടം അതല്ല, എനിക്ക് 2 ഭാര്യമാരുണ്ട് നബിയെ, അതിൽ ഏറ്റവും സുന്ദരിയായ ഭാര്യയെ ഞാൻ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തോട്ടെ എന്ന് പറഞ്ഞു. ആര്? മദീനക്കാര്. എന്തേ കാരണം? അവർക്ക് ഖൽബിൽ ഹബീബിനോടുള്ള വല്ലാത്ത പ്രേമമാണ്. മുഹമ്മദ് മുസ്തഫ. അപ്പൊ എല്ലാം കൊടുക്കാം, കൊടുത്തവർക്ക് നഷ്ടപ്പെടൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിരുന്നു. ഹബീബിന് കൊടുത്തിട്ട് ഏൽപ്പിച്ചതാണ്. നമ്മൾ പിശുക്ക് കാണിക്കേണ്ടത് പേടിക്കണം, അള്ളാഹിന്റെ ഹബീബിനോട്ട് കൊടുക്കുക. അല്ലാഹു തആല വലിയ ഖബൂലിയത്ത് തരും. ഒരു പേടിയും പേടിക്കണ്ട. 100 രൂപ കയ്യിലുള്ളവൻ അപ്പുറത്തെ ആളേക്ക് 100 രൂപ കടം വാങ്ങിയിട്ട് 200 ആക്കി കൊടുക്കുക. അത് അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു തരും. മുഹമ്മദ് മുസ്തഫ. അപ്പൊ മദീന ആഗ്രഹിക്കുന്നവർ ആ കൽബ് മുറാദ് കൽബിലാക്കിയിട്ട് നല്ല സംഖ്യ ബക്കറ്റിൽ ഇങ്ങനെ ഇടുക. അതിട്ട് ആണുങ്ങളെ ഭാഗത്ത്, അവിടെ സ്ത്രീകളുടെ ഭാഗത്ത് ഉണ്ടല്ല, സ്ത്രീകളുടെ ഭാഗത്ത് പിരിവ് തുടങ്ങിക്കോളി, സ്ത്രീകളെ വാണ്ടർമാരെ പിരിവ് തുടങ്ങിക്കോളി. ലൈറ്റ് കടത്തുക, പിന്നെ പിരിക്കാൻ പറ്റൂല. അൽഹംദുലില്ലാഹ് സ്കാനിങ് ഉണ്ട്, സ്കാനും ചെയ്യാം. മദീനയുടെ പാട്ട് പാടണം. എന്താ പറയുക? ഒരു ബറക്കത്തിലിടണം. എന്നിട്ട് മദീനത്തേക്ക് നമുക്കൊരു യാത്ര പോകണം. ഒന്ന് പോവാലല്ലേ? നിന്ന് ഒരുമിച്ചത് പാടി വെക്കാണ്. ആ ക്യാഷ് ഇങ്ങനെ ഇട്ടോളി. മദീന 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 മദീന. ഉറക്കം മദീന വിളിച്ചാണ്. മദീന 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 ബോലോ മദീന 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 മദീന. ഞങ്ങൾക്ക് മതി. ആര് മതി? മുഹമ്മദ് മുസ്തഫ. മദീന 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 മദീന
മദീന മദീന മദീന മദീന മദീന മദീന ബോലോ മദീന 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 എന്റെ പ്രാണനാടും മദീന എന്റെ പ്രേമമാണും മദീന എന്റെ പ്രാണനാടു മദീന എന്റെ പ്രേമമാടു മദീന എന്റെ പ്രതീക്ഷയും മദീന 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 അണയാൻ കൊതിക്കും മണ്ണ് അവിടം കണ്ടെങ്കിൽ കണ്ണ് അണയാൻ കൊതിക്കും മണ്ണ് അവിടം കണ്ടെങ്കിൽ കണ്ണ് എന്റെ ആശയാടും മദീന എന്റെ ശ്വാസമാടും മദീന എന്റെ ആശയാടു മദീന എന്റെ ശ്വാസമാടു മദീന എന്റെ വിശേഷവും മദീന 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 സിദ്ദീഖുറങ്ങും ചാരേ ഉമറും മരികിലില്ലേ സിദ്ദീഖുറങ്ങും ചാരേ ഉമറും മരികിലില്ലേ ഒന്ന് കാണണം മദീന കണ്ണ് നിറയുവാൻ മദീന ഒന്ന് കാണണം മദീന കണ്ണ് നിറയുവാൻ മദീന കൊതി തീരുമോ മദീന 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 ബോലോ മദീന 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 എന്റെ പ്രാണനാടും മദീന എന്റെ പ്രേമമാടും മദീന എന്റെ പ്രാണനാടും മദീന എന്റെ പ്രേമമാടും മദീന എന്റെ പ്രതീക്ഷയും മദീന 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 ബോലോ മദീന 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 ഏതാവുരങ്ങും തോപ്പ് വീട്ടം സുവർഗ ചെപ്പ് വേദാവുരങ്ങും തോപ്പ് നേട്ടം സുവർഗ ചേപ്പ് മൂത്തിന്റെ ദേശം മദീന മുഹബത്ത് വാണം മദീന മൂത്തിന്റെ ദേശം മദീന മുഹബത്ത് വാണം മദീന മധുവേ കൊതി മദീന 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 എന്റെ പ്രാണനാടും മദീന എന്റെ പ്രേമമാടും മദീന എന്റെ പ്രാണനാടു മദീന എന്റെ പ്രേമമാടു മദീന എന്റെ പ്രതീക്ഷയും മദീന 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 ബോലോ മദീന മദീന മദീന
പോയിടാൻ നബിയെ വിളിച്ചുവെങ്കിൽ മനമാകെ നൂറ് മദീന മധുരം നിറച്ച മദീന മനമാകെ നൂറ് മദീന മധുരം നിറച്ച മദീന മധുവേ മധു മദീന 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 എന്റെ പ്രാണനാട് മദീന എന്റെ പ്രേമമാട് 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 മദീന എന്റെ പ്രതീക്ഷയും മദീന 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 ആ മദീനയെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരാളുണ്ടല്ലോ. നമ്മള് ആ ഏറ്റവും സ്ത്രീകളാത്ത ഏറ്റവും പറ്റും കിടത്താൻ പ്രയാസം കിടത്തില്ല. ഒരുപാട് നിങ്ങൾ കണ്ടില് സാധാരണ അള്ളാഹുവിനെയും ഹബീബിനെയും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ, മനുഷ്യരല്ലാത്ത ഒരുപാട് ആളുകൾ സദസ്സിൽ നിറഞ്ഞിട്ടുണ്ട്. അത് ഉറപ്പാണ്. ഇപ്പൊ തോരുന്നാൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ കൂടുതൽ ആൾക്കും ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. ഇപ്പൊ തോരുന്ന ഉത്തരം കിട്ടും. കാരണം ഇവിടെ എണ്ണമറ്റ അഴിബിരിജാലയങ്ങളാലും ഒരുപാട് റഹ്മത്തിന്റെ മലക്കുകളാലും ഒരുപാട് മഹാന്മാരുടെ അർവാഹികളാലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ഉറപ്പാണ്. അത് ഉറപ്പാണ്. ഇവിടെ ചോദിച്ചാൽ കിട്ടും. കാരണം ഇത് ഹബീബിന്റെ സദസ്സാണ്. മുഹമ്മദ് മുസ്തഫ. ഇവിടെ നിന്ന് സിഹ്ർ ബാത്തിലായില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് ബാത്തിലാവും? ഇവിടെ നിന്നിട്ട് കടങ്ങൾ വിടാൻ വഴിയില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് വഴി ഉണ്ടാവും? ഇവിടെ നിന്ന് ഹബീബിനെ കാണാൻ മോഹിച്ചിട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് കിട്ടും? മുഹമ്മദ് മുസ്തഫ. ഹബീബിനോളം മറ്റൊന്നിനോടും ഇഷ്ടമില്ല. അള്ളാഹുവിലേക്ക് എത്താൻ ഒരേ ഒരു മാർഗം, അത് മുഹമ്മദ് മുസ്തഫ. ഏത് ഇഷ്കിന്റെ വേദിയിലും ഏത് ഇഷ്കിന്റെ സദസ്സിലും ഹാജിയുടെ ഹുദൂർ ഉണ്ടാവും. ഇന്ന് ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട്. ഹാജിയുടെ ഹുദൂർ ഉണ്ടാവും. ഉറപ്പ്. അജ്മീരിലെ ഹാജ ഇന്ത്യ ഇന്നലെ ആര് ഭരിച്ചാലും ഇന്നാര് ഭരിച്ചാലും നാളെ ഇനി ആര് ഭരിക്കാൻ വന്നാലും ഇന്ത്യയുടെ എന്നത്തെയും സുൽത്താൻ, അത് സുൽത്താൻ ഹിന്ദ് ഗരീബ് നവാസ് ഹാജ മഈനുദ്ദീൻ ചിശ്തിന്റെ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു. എന്തേ കാരണം? പാട്ടിനൊക്കെ രണ്ടാം നമ്പറായി കാണുന്ന ആളുകളോട് പറയാൻ, ഹാജിയെ നമുക്ക് മുന്നിൽ വെക്കണം. ഹാജ ആരാണ്? പാടി 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 അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രേമം, അല്ലാഹുവിനോടുള്ള അനന്യമായിട്ടുള്ള ഇഷ്ക് കൊണ്ട് ഫനായ ആ മനുഷ്യൻ ഇഷ്കിന്റെ ലേബനെ തന്റെ ചുണ്ടിലും ചിന്തയിലും മസ്തിഷ്കത്തിലും നിറച്ചുകൊണ്ടിങ്ങനെ ഇന്ത്യയുടെ മനോഹരമായിട്ടുള്ള മണ്ണിലൂടെ ഒന്ന് നടന്നപ്പോഴേക്കും വിദൂരതയിൽ നിന്ന് ആ പ്രകാശം കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ ഹാജിയുടെ അടുത്ത് വന്നിരിക്കാൻ തോന്നി. അടുത്ത് വന്നിരുന്നപ്പോ ഹാജിയുടെ വാക്ക് കേൾക്കാനായി കൊതി. ഹാജിയുടെ വാക്ക് കേൾക്കുമ്പോ ഹാജിയുടെ ആ ചുണ്ടിൽ നിന്ന് മുതിർന്നു വീഴുന്ന പ്രേമത്തിന്റെ മനോഹരമായിട്ടുള്ള തേൻതുള്ളികൾ തന്റെ കാതുകളിലേക്ക് പതിക്കുമ്പോ ഹൃദയത്തിന്റെ അകത്ത് കേടുവന്നവരുടെ ഹൃദയം അങ്ങനെ തളിർക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് തളിർത്തു? ബിനൂരി മുഹമ്മദ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവര് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാളല്ല, 1000മല്ല, 10000മല്ല, വെറും ലക്ഷമല്ല, 92 ലക്ഷത്തിലേറെ ആളുകൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന ആൺകുട്ടിയാണ് ഖാജ. ഞങ്ങളുടെ രാജാവാണ് ഖാജ. ഖാജിയെ പറഞ്ഞയച്ചത് മുത്താണ് പറഞ്ഞയച്ചത് മുഹമ്മദ് മുസ്തഫ. ആ മുത്തിനെ പറയാതെ പിന്നെ എങ്ങനെയാണോ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് ഒരു യാത്ര? യാ ഖാജ, അജ്മീരിലേക്ക് ഞങ്ങൾ വരുന്നു ഖാജ, ഇവിടെല്ല ഞങ്ങൾ വരുന്നു ഖാജ. ഞങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മീമിലേക്ക് ഞങ്ങൾ ചേർക്കണേ ഖാജ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു सलाम कहना अजमेर जाने वाले मेरा सलाम कहना, मेरा सलाम कहना. അജ്മീരിൽ വാഴും രാജാ മൊയ്നുദ്ദീൻ ഖാജ, അഹദിൻ വലി സിറാജ, അറബി ബിലാദി തജ. യാ ശൈഖ് മൊയ്നുദ്ദീൻ അജ്മീരിൽ വാഴും രാജാ മൊയ്നുദ്ദീൻ ഖാജ, അജ്മീരിൽ വാഴും രാജാ മൊയ്നുദ്ദീൻ ഖാജ, അജ്മീരിൽ വാഴും രാജാ. അഹദിൻ വലി സിറാജ, അറബി ബിലാദി തജ. അഹദിൻ വലി സിറാജ, അറബി ബിലാദി തജ. യാ ശൈഖ് മൊയ്നുദ്ദീൻ അജ്മീരിൽ വാഴും രാജാ മൊയ്നുദ്ദീൻ ഖാജ, അജ്മീരിൽ വാഴും രാജാ. സഞ്ചരിൽ ജാതനായി ശൈഖുൽ ഹിന്ദ് ഖാജ, അജ്മീർ ഖാജ. ഫിക്ർ അദീസും പണ്ടും ഇൽമാൽ കോർത്ത രാജാ അജ്മീർ ഖാജ, അജ്മീർ ഖാജ. ഖാജ ഖാജ അജ്മീർ ഖാജ, ഖാജ ഖാജ അജ്മീർ ഖാജ, ഖാജ ഖാജ അജ്മീർ ഖാജ, ഖാജ ഖാജ അജ്മീർ ഖാജ. മൊയ്നുദ്ദീൻ അജ്മീരിൽ വാഴും രാജാ മൊയ്നുദ്ദീൻ ഖാജ, അജ്മീരിൽ വാഴും രാജാ. ഗമ പഗമ മഗരി മഗരി രെ സനി സരി 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 ഗമ പ. ധിരന ധിരന നന ധിരന ധിരന നന ധിരന ധിരന നന ധിരന നന. ഗമ പദ മഗരി മഗരി രെ സനി സരി സരി ഗമ പ. ധിരന ധിരന നന ധിരന ധിരന നന ധിരന ധിരന നന ധിരന നന നന. നാദർദിന്ന തനന നാദർദിന്ന തനന നാദർദിന്ന.
നാദരിന്ന തനന നാദരിന്ന തനന നാദരിന്ന തനന നാദരിന്ന നാദരിന്ന തനന നാദരിന്ന തനന നാദരിന്ന തനന നാദരിന്ന അജ്മീരിൽ വാഴും രാജാ മൊയ്നുദ്ദീൻ ഖാജ അജ്മീരിൽ വാഴും രാജാ ആലങ്ങൾ 18 അൽഫൂ കണ്ണാൽ കണ്ട ഖാജാ അജ്മീർ ഖാജാ ഖൽബാലെ ഇഷ്കാലെ പുളകം പൂണ്ടു ഖാജാ അജ്മീർ ഖാജാ അജ്മീർ ഖാജാ 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 അജ്മീർ ഖാജാ ഖാജാ അജ്മീർ ഖാജാ ഖാജാ അജ്മീർ ഖാജാ ഖാജാ അജ്മീർ ഖാജാ മൊയ്നുദ്ദീൻ അജ്മീരിൽ വാഴും രാജാ മൊയ്നുദ്ദീൻ ഖാജ അജ്മീരിൽ വാഴും രാജാ അജ്മീരിൽ പൂത്തുവിടർന്ന വല്ലജ്മീരിൽ പൂത്തുവിടർന്ന അജ്മീരിൽ പൂത്തുവിടർന്ന വല്ലജ്മീരിൽ പൂത്തുവിടർന്ന പിന്നെ ഭാഷേതം ഖോജ ഖോജ പൂമലരെ ദിക്കജ്മീരിൽ തേൻമലരെ ഖോജ ഖോജ പൂമലരെ ദിക്കജ്മീരിൽ തേൻമലരെ ഖോജ ഖോജ പൂമലരെ ദിക്കജ്മീരിൽ തേൻമലരെ റോജഗരാജ ശരഫുൽ റോജ ഖോജ രാജ ശരഫലി റോജ റോജഗരാജ ശരഫുൽ റോജ ഖോജ രാജ ശരഫലി റോജ നൂർതനൂരേദം നൂർ തനൂരേ ദം നൂർതനൂരേദം നൂർ തനൂരേ ദം പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന വല്ലജ്മീരിൽ പൂത്തുവിടർന്ന പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന വല്ലജ്മീരിൽ പൂത്തുവിടർന്ന പിന്നെ ഭാഷേതം ഖോജ ഖോജ പൂമലരെ ദിക്കജ്മീരിൽ തേൻമലരെ ഖോജ ഖോജ പൂമലരെ ദിക്കജ്മീരിൽ തേൻമലരെ ഖോജ दारे बोल गया मैं अल्लाह की मस्ती में अल्लाह की बस्ती में अल्लाह की बस्ती में अन सवेरा फिरदा घूमके अपने मुगीन की बस्ती में अपने मुईन की बस्ती में अपने मुईन की बस्ती में നൂറിനു മദനിൽ നൂറൊളി മാത്രം നൂറിന് മദനിൽ നൂറൊളി മാത്രം നൂറിനു മദനിൽ നൂറൊളി മാത്രം നൂറിന് മദനിൽ നൂറൊളി മാത്രം റോജഗരാജാ ഖോജ ഖോജ പൂമലരെ ദിക്കജ്മീരിൽ തേൻമലരെ ഖോജ ഖോജ പൂമലരെ ദിക്കജ്മീരിൽ തേൻമലരെ ഉലാനോ യാ ഖാജാ ഉലാനോ യാ ഖാജാ ഉലാനോ യാ ഖാജാ ഉലാനോ യാ ഖാജാ दुनियादारे बोल गया मैं अल्लाह की मस्ती में अल्लाह की बस्ती में अल्लाह की बस्ती में हर सवेरा फिरदा घूमके अपने मुगीन की बस्ती में अपने मुईन की बस्ती में अपने मुईन की बस्ती में ख्वाजा जी ख्वाजा ख्वाजा जी ख्वाजा ख्वाजा जी ख्वाजा जी ख्वाजा നൂറിനു മദനിൽ നൂറൊളി മാത്രം നൂറിന് മദനിൽ നൂറൊളി മാത്രം നൂറിനു മദനിൽ നൂറൊളി മാത്രം നൂറിന് മദനിൽ നൂറൊളി മാത്രം റോജഗരാജാ ഖോജ ഖോജ
അജ്മീരിലെ തേൻ മലരെ ഹോജ ഹോജ പൂമലരെ ദിക്കജ്മീരിലെ തേൻ മലരെ റോജ രാജ ശരഫൊളി റോജ രാജ ശരഫൊളി റോജ രാജ ശരഫൊളി റോജ രാജ ശരഫൊളി റോജ നൂർ തനൂരേദം നൂർ തനൂരേദം നൂർ തനൂരേദം നൂർ തനൂരേദം പൊന്നജുമീരിൽ പൂത്തുവിടർന്ന വല്ലജ്മീരിൽ പൂത്തുവിടർന്ന പൊന്നജുമീരിൽ പൂത്തുവിടർന്ന വല്ലജ്മീരിൽ പൂത്തുവിടർന്ന പിന്നെ പാസേ ഹോജ ഹോജ പൂമലരെ ദിക്കജ്മീരിലെ തേൻ മലരെ ഹോജ ഹോജ പൂമലരെ ദിക്കജ്മീരിലെ തേൻ മലരെ ഹോജ ഹോജ പൂമലരെ ദിക്കജ്മീരിലെ തേൻ മലരെ ഹോജ ഹോജ പൂമലരെ ദിക്കജ്മീരിലെ തേൻ മലരെ. അള്ളാഹുവിന്റെ ഹബീബിനെ പറയുമ്പോൾ മഹാന്മാരെ ഇതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് സെറ്റ് ചെയ്തു. അള്ളാഹുവിന്റെ ഹബീബിനെ പറയുമ്പോൾ മുഹമ്മദ് മുസ്തഫ ഇവരൊക്കെ വാഴ്ത്തുന്നത് എന്തിനാണ്? ഇതുവഴിക്ക് കേച്ചിലാവുള്ളൂ, വേറെ മാർഗമില്ല. കാരണം നമ്മൾ ലക്ഷ്യമാരാണ്, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഈ പറമ്പെന്ന് ഇങ്ങനെ പോട്ടെ മദീനത്തേക്ക്, ആ കാറ്റിനോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കട്ടെ സലാത്തിന്റെ സുഗന്ധം. ഹബീബ് നമ്മുടെ മുത്ത് അവിടെ നിന്ന് സന്തോഷിക്കട്ടെ. എൻ്റെ ഉമ്മത്ത് കണ്ടീല് ഉറങ്ങാതെ ഈ നേരത്ത് ഇങ്ങനെ എന്നെ പറയുന്നു, എന്നെ ഇഷ്ടപ്പെട്ടവർ പറയുന്നു, അള്ളാനെ പറയുന്നു വിചാരിക്കട്ടെ. മുഹമ്മദ് മുസ്തഫ ഞങ്ങൾക്കങ്ങ് മദീനബിയേ, ഞങ്ങൾക്കങ്ങ് മദീനബിയേ, ഞങ്ങൾക്കങ്ങ് മദീനബിയേ, ഞങ്ങൾക്കങ്ങ് മദീനബിയേ. അങ്ങില്ലാതെ എങ്ങനെ ഈ ഉലകം സബബങ്ങല്ലേ നബിയേ, സബബങ്ങല്ലേ നബിയേ. അസ്സലാത്തു അലന്നബി വസ്സലാമു അലാ റസൂൽ الشفيع الأبطحي والحبيب العربي والحبيب العربي. വിചാരിക്കാതെ ഉറക്കം ചൊല്ലി എന്ത് മുറാദ് വെച്ച് ചൊല്ലിക്കൊള്ളി, ഉറപ്പാണ് ദാസനം. നമ്മൾ കടം വരുമ്പോൾ നാട്ടിലത്തെ ഏറ്റവും വലിയ പൈസക്കാരനെ നമ്മൾ ഓർക്കുക. രോഗം വന്നാല്, ഇപ്പൊ നമ്മള് മക്കൾക്ക് വയ്യായി വന്നാല് ഏറ്റവും നല്ല പീഡിയാട്രിസ്റ്റിനെ നമ്മൾ നോക്കും, ഡോക്ടറെ. പക്ഷേ നമ്മുടെ കൂടെ ഉള്ള അവിടെ എന്ന് പറയുന്നത് നമ്മൾ മറന്നുപോയി. അള്ളാഹുവിനെ നമ്മൾ മറന്നു. കടം വാങ്ങിയ ഒരാള് 10 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 10,000 രൂപ ഒരു മാസത്തിന്റെ അവധിക്ക് കടം വാങ്ങി. പിന്നെ നമുക്ക് അയാളെ പള്ളിക്കൊക്കെ നിസ്കരിക്കാൻ വരെ പോയി നമുക്ക് പേടിയാ. കാരണം അയാൾ ആൾക്കാരെ മുന്നിൽ പൈസ ചോദിച്ചാലോ വിചാരിച്ചിട്ട്. പക്ഷേ ഇത്രയും അനുഗ്രഹം തന്നിട്ട് അല്ല നമ്മളെ വഷളാക്കിയിട്ടില്ലല്ലോ. ഈ അള്ളാനെ നമ്മൾ മറന്നില്ലേ? എന്തേ കാരണം? നമുക്ക് അള്ളാനെ പിടുത്തം കിട്ടിയിട്ടില്ല. നിസ്കാരമൊക്കെ കറക്റ്റ് നിസ്കരിക്കുന്നുണ്ട്, ഇമാമിലൊക്കെ നമ്മളെ മുന്നിൽ തന്നെ സഫിലൊക്കെ ഉണ്ട്, നിസ്കാരത്തായ്മേന് കറുപ്പുണ്ട്. പക്ഷെ ഖൽബിന്റെ ഉള്ളിൽ അള്ളാഹനെ അറിഞ്ഞിട്ടില്ല. കാരണം അള്ളാഹനെ അറിയിച്ച മുഹമ്മദ് മുസ്തഫ ഹബീബിനെ നമ്മൾ മറന്നുപോയി. അപ്പൊ പറയണം, നബിയേ ഞങ്ങൾക്ക് നിങ്ങള് മതി എന്ന് പറയണം. മക്കളൊക്കെ നമ്മൾ ഒടുക്കയിലൊക്കെ പറമ്പൊക്കെ പോയി കഴിഞ്ഞ് ഉമ്മാനെ കാണാതെ വലിയൊരു ജനക്കൂട്ടത്തിനടിയിൽ ഉമ്മാനെ കാണാതായാല് കുട്ടികൾക്കൊണ്ടൊരു ബേജാറാവല്, മെച്ചേന്ന് വിളിച്ചാണ്ട് കരയും ചെറിയ മക്കള്. അപ്പൊ ഉമ്മാനോട് കണ്ടൊരു ഓടി വന്ന് ഉമ്മാനെ പിടുത്തണ്ട്, മെച്ചിയെ നിങ്ങളെ കാണാതെ ഞാൻ പേടിച്ചല്ലോ മെച്ചിയെന്ന് പറയില്ലേ? അതുപോലെ നമുക്ക് പറയും നമ്മുടെ ഹബീബില്ലേ മുഹമ്മദ് 1,24,000 ആളുകളും ബേജാറായി നിൽക്കുമ്പോ മഹ്ശറിൽ ഒരു നൃത്തം വരാണ്ട് ഇവിടെ കുറച്ചേരം ഇരിക്കുമ്പോത്തിന് നമുക്ക് ഉറക്കം വരികയാണ്. നമുക്ക് നാളെ കുറെ ശ്വലാണ് നമ്മളെ ചിന്ത. മഹ്ശറിൽ പിടുത്തം പിടിക്കാണ്ട് ഒരു നൃത്തം നിൽക്കാണ്ട് ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ പിടിക്കാണ്ടത് ഒരേ ഒരാളാണത് മുഹമ്മദ് മുസ്തഫ ഹബീബ്. കിടക്കണം, ഹബീബ് സുജൂദിൽ കിടക്കാത്ത ഒരാൾ പോലും അവിടെ നനങ്ങൂല.
ഹബീബ് കിടക്കുമ്പോ അള്ളാഹ്ക്ക് കൊടുത്തുണ്ടാവില്ല. അള്ളാഹ് പറയും, നബിയേ നിങ്ങൾ സുജൂദ് നീക്കി നബിയേ, ഞാൻ പണി തുടങ്ങിക്കോളാം എന്ന് പറയും. കാരണം എന്താണ്? ഹബീബാണ് എല്ലാറ്റിനും ബാബു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇന്നത്തെ ഒരു ദിവസം അഭിമാനിക്കണം. അല്ലാഹ് എന്റെ ഹബീബിന് വേണ്ടി ഒരു ദിവസം ഞാൻ ഉറക്കുവെച്ചല്ലോ എന്ന് പറയണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ധൃതി തോന്നുന്നുണ്ടെങ്കിൽ പറയണേ, ഇബ്ലീസിനോട് തൽക്കാലം വിട്ടോ എന്നെ കിട്ടൂല. കാരണം ഉറപ്പിച്ചോളി, നാളെ ഇതിൽ നമ്മളെ കൂട്ടത്തിൽ നാളെ നമ്മൾ മയ്യത്താന്നൊക്കെയാണ് ഉറപ്പിച്ചാൽ മതി. നാളെ നമ്മളില്ല, ഇന്ന് നമ്മളെ ലാസ്റ്റ് ദിവസമാണ്, ഇന്ന് നമ്മൾ ലാസ്റ്റ് വിചാരിച്ചാൽ മതി. അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഏകദേശം ഈ 2-3 മാസത്തിൽ ഏകദേശം 400ഓളം പേരിൽ അള്ളാഹിന്റെ വലിയ അനുഗ്രഹം ഞങ്ങൾ കയറിയിട്ട് ഒരു ദിവസം 2 പരിപാടിയൊക്കെ കയറിയിട്ടുണ്ട്. ഏകദേശം കണക്കാ പറഞ്ഞത് നമ്മോട് ഷെയ്ഖ് അവർ പറഞ്ഞൊരു വർത്താനാണ്. വേദി കയറുമ്പോൾ മനസ്സൂറെ ഒരു കാര്യം പറയണം, മനസ്സിലാക്കി വെക്കണം. അവസാനത്തെ പരിപാടിയാണ്, നാളെ മരിക്കാൻ നിൽക്കുകയെന്ന് വിചാരിച്ച് പരിപാടി നടത്തിയാൽ മരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ നല്ല ശബ്ദത്തിൽ പാടും. എന്തിനാന്ന് പറയാം, അതൊരു തോന്നലാണ്. നാളെ നമ്മൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചാൽ മതി. അപ്പം നമുക്ക് ധൃതി ഉണ്ടാവില്ല. നാളെ എന്ത് ധൃതി ഉണ്ടായിട്ടും കാര്യമില്ല, നാളെ വലിയ ആളായിട്ടും കാര്യമില്ല. നാളെ റൂഹെങ്ങാനും എടുത്തു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ നമ്മൾ വെറും ജഡം. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇത് ലാസ്റ്റ് ദിവസമാണ്. അപ്പൊ ലാസ്റ്റ് ദിവസത്തിന്റെ ലാസ്റ്റ് രാവിലും എനിക്കെന്റെ ഹബീബിനെ പറഞ്ഞ് എന്റെ കണ്ണിന് കുളിനടിയന മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഓരോ ദിവസം ലാസ്റ്റ് ദിവസമാക്കി കഴിഞ്ഞാൽ പിന്നെ റൂഹ് പിടിക്കാൻ വരുന്നത് അസ്രായിലാണെങ്കിലും കൂട്ടത്ത് വരുന്നത് രാജകുമാരനാണ്. അസ്രായിലിനോട് പറയും, മെല്ലെ പിടിക്കിട്ടാ, ഇതിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ആര് പറയും? മുഹമ്മദ് മുസ്തഫ. മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, മരിക്കുമ്പോ എന്റെ കുട്ടികളെ കൈകൊണ്ട് വെള്ളം കുടിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ കുട്ടികളെ അടുത്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കുടുംബക്കാർ വേണം, എന്റെ ശിഷ്യന്മാർ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറയേണ്ടത്, മരിക്കുമ്പോ എനിക്ക് ആരും വേണ്ട, എനിക്ക് എന്റെ ഹബീബ് മതി, മുഹമ്മദ് മുസ്തഫ. അങ്ങനെ നിയത്താക്കി വെച്ചിട്ട് അല്ലാഹു തആല അങ്ങനെ നമുക്കാക്കി തരട്ടെ. കൽബറിഞ്ഞ് പാടിക്കോളി, ഒച്ചട്ട് പാടിക്കോളി. ഇന്നത്തെ ഒരു ദിവസം ശബ്ദട്ട് പാടി, നാളെ എണീക്കണേ ശബ്ദം കൂറ്റടിമ പറയണം, എന്റെ ഹബീബിന് വേണ്ടി പാടി ഒരു ദിവസം എന്റെ ശബ്ദം അടഞ്ഞു എന്ന് പറയണം. മുഹമ്മദ് മുസ്തഫ ഞങ്ങൾക്കങ്ങ് മദീനബിയേ, ഞങ്ങൾക്കങ്ങ് മദീനബിയേ, ഞങ്ങൾക്കങ്ങ് മദീനബിയേ, ഞങ്ങൾക്കങ്ങ് മദീനബിയേ. അങ്ങില്ലാതെ എങ്ങനെ ഈ ഉലകം സബബങ്ങല്ലേ നബിയേ, അങ്ങില്ലാതെ എങ്ങനെ ഈ ഉലകം സബബങ്ങല്ലേ നബിയേ, സബബങ്ങല്ലേ നബിയേ. അസ്സലാത്തു അലൻ നബി, അസ്സലാമു അലർ റസൂൽ, അശ്ശഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി, വൽ ഹബീബിൽ അറബി. പാദം കണ്ടൊളിവ് ഉസ്ബൂഹിൽ നൂറലിവ്, പാദം കണ്ടൊളിവ് ഉസ്ബൂഹിൽ നൂറലിവ്. അദ്മീം മുഹമ്മദ് മുസ്തഫ നാമം ഏതിനും ഏൽപ്പിക്കവ്, അദ്മീം മുഹമ്മദ് മുസ്തഫ നാമം ഏതിനുമേൽ മികവ്. ഹുബ്ബാണ് തെളിവ്, ഞങ്ങൾക്കങ്ങു മദീനബിയേ, ഞങ്ങൾക്കങ്ങു മദീനബിയേ, ഞങ്ങൾക്കങ്ങു മദീനബിയേ, ഞങ്ങൾക്കങ്ങു മദീനബിയേ. അങ്ങില്ലാതെ എങ്ങനെ ഈ ഉലകം സബബങ്ങല്ലേ നബിയേ, അങ്ങില്ലാതെ എങ്ങനെ ഈ ഉലകം സബബങ്ങല്ലേ നബിയേ, സബബങ്ങല്ലേ നബിയേ. അസ്സലാത്തു അലൻ നബി, അസ്സലാമു അലർ റസൂൽ, അശ്ശഫീഉൽ അബ്താഹി വൽ ഹബീബ്
يا ربي മദീന മനോഹരമേ മനസ്സവിടെ കൊതിക്കുന്നേ മദീന മനോഹരമേ മനസ്സവിടെ കൊതിക്കുന്നേ മകനോടെ വന്ന മണ്ണിൽ ഞങ്ങൾ പാദം പതിച്ചോട്ടെ മകനോടെ വന്ന മണ്ണിൽ ഞങ്ങൾ പാദം പതിച്ചോട്ടെ അവിടേക്ക് വന്നോട്ടെ ഞങ്ങൾ കങ്ങും മദീനബിയേ ഞങ്ങൾ കങ്ങും മദീനബിയേ ഞങ്ങൾ കങ്ങും മദീനബിയേ ഞങ്ങൾ കങ്ങും മദീനബിയേ അങ്ങില്ലാതെ എങ്ങനെ ഈ ഉലകം സബബങ്ങൾ നബിയേ സബബങ്ങൾ നബിയേ അസ്സലാത്തു അലൻ നബി السلام على الرسول الشفيع الأبطالي والحبيب العربي والحبيب العربي ഒന്ന് കാണണമെന്നുണ്ട് കൊതിയാനടകം കൊണ്ട് ഒന്ന് കാണണമെന്നുണ്ട് കൊതിയാണകം കൊണ്ട് നിങ്ങളെ മുഖം ഒരു തവണയെങ്കിലും ഒന്ന് കാണാൻ പൂജുണ്ട് നബിയെ മുഹമ്മദ് മുസ്തഫ നിങ്ങളെ മുഖം ഒന്ന് കാണാൻ കൊതി വലിയ ആളാണ് ഞാൻ വലിയ സംഭവമാണ് നിങ്ങളെ കണ്ടില്ലെങ്കിൽ എന്നെ കൊണ്ട് എന്തിനു പറ്റും നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കൊന്ന് കാണണം നബിയെ എന്റെ കയ്യിൽ അതിനൊരു സമ്പാദ്യവുമില്ല നബിയെ നിങ്ങളെ കാണാൻ പൈസക്കാരനായിട്ട് കാര്യമില്ലല്ലോ പാട്ടനായിട്ട് കാര്യമില്ലല്ലോ മൂല്യരായിട്ട് കാര്യമില്ലല്ലോ ഉസ്താദായിട്ട് കാര്യമില്ലല്ലോ വലിയ ബീവിയായിട്ട് കാര്യമില്ലല്ലോ നിക്കാവും ഹിജാബും ഇട്ടടന്നിട്ട് കാര്യമില്ലല്ലോ നിങ്ങളെ കാണാൻ കൽബിൽ അങ്ങയോട് ഇഷ്കമാണല്ലോ നബിയെ മുഹമ്മദ് മുസ്തഫ ഞങ്ങൾക്കതില്ല നബിയെ ഞങ്ങൾ അഭിനയിച്ചോട്ടെ നബിയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നൊന്ന് അഭിനയിച്ചോട്ടെ നബിയെ മുഹമ്മദ് മുസ്തഫ നിങ്ങളെ പറയുമ്പോ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നവരെ ഇല്ല ഞങ്ങൾക്ക് എന്തു പറ്റി നബിയെ മുഹമ്മദ് മുസ്തഫ ഞങ്ങളെ നന്നാക്കി തരണേ അങ്ങ് ഇഷ്കിന്റെ മുതൽ ഞങ്ങൾ നിറച്ചു തരണേ നബിയെ ഒന്ന് കാണണമെന്നുണ്ട് കൊതിയാണതകം കൊണ്ട് ഒന്ന് കാണണമെന്നുണ്ട് കൊതിയാണകം കൊണ്ട് മുതലായതിനിഷ്ടിൻ സമ്പാദ്യം ഈ കൈകളിലില്ല പ്രഭു മുതലായതിനിഷ്ടിൻ സമ്പാദ്യം ഈ കൈകളിലില്ല പ്രഭു മുത്തയാ പൂമുഖം കാണാൻ ഞാൻ ആശിച്ചോട്ടെ വരുമോ ആശിച്ചോട്ടെ വരുമോ ഞങ്ങൾ കങ്ങും മദീനബിയേ ഞങ്ങൾ കങ്ങും മദീനബിയേ ഞങ്ങൾ കങ്ങും മദീനബിയേ ഞങ്ങൾ കങ്ങും മദീനബിയേ അങ്ങില്ലാതെ എങ്ങനെ ഈ ഉലകം സബബങ്ങളേ നബിയേ സബബങ്ങളേ നബിയേ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ الشفيع الأبطالي والحبيب